നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കുമെന്ന് നേതാക്കൾ. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. DCC പ്രസിഡന്റ് VS ജോയും പരിഗണനാ പട്ടികയിലുണ്ട്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് UDFൽ തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലേതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിക്കാനുള്ള സജീവ ചർച്ചകളാണ് UDF ക്യാമ്പിൽ നടക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഒറ്റപ്പേരിലേക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. ആര്യാടൻ ഷൌക്കത്തോ VS ജോയിയോ എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗ് നേതൃത്വം KPCC അധ്യക്ഷനുമായും UDF ചെയർമാനുമായും സംസാരിച്ചു. AICC ഇന്ന് രാത്രിയോ നാളെയോ ആയി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. സ്ഥാനാർത്ഥി ആരായാലും വിജയിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് 24-നോട്. ചുമരെഴുത്തുകൾ പോലും സ്ഥാനാർത്ഥിയുടെ പേര് വെക്കാതെ ചുമരെഴുത്തുകൾ പോലും നിങ്ങൾക്ക് നിലമ്പൂർ പോയാൽ കാണാൻ പറ്റും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇത്രമാത്രം ഞങ്ങളൊരു മുന്നൊരുക്ക പ്രവർത്തനം ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ള KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താവും. വലിയ ഭൂരിപക്ഷത്തിന് UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കും. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം UDF മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഒന്നാം ഘട്ട കൺവെൻഷനുകളും കഴിഞ്ഞു. അസ്വാരസ്യങ്ങളില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞാൽ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് UDF പട. 24 മലപ്പുറം.